കഴിഞ്ഞ സാറ്റർഡേ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ഗുരുവായൂർ വരെ പോകേണ്ടി വന്നു. ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് പോയത്. ആക്ച്വലി ഞങ്ങൾക്ക് കല്യാണത്തിന് പോകാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അനിയത്തിക്ക് അറിയുന്ന ഒരാളുടെ കല്യാണമായിരുന്നു. ബട്ട് അവർ നമ്മൾക്കും കൂടി റൂം ബുക്ക് ചെയ്തിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് മിനിറ്റ് അത് അറിയുമ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഗുരുവായൂർക്ക് പോകാനായിട്ട് പ്ലാൻ ഇട്ടത്. അനിയത്തിക്കാണ് അറിയുന്നതെങ്കിലും അവർ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, നമ്മളോട് പരിചയമുള്ളതുകൊണ്ടാണ് നമുക്ക് വേണ്ടി അവർ റൂം ബുക്ക് ചെയ്തത്. എന്തൊരു നല്ല ആൾക്കാരല്ലേ. ചെറിയൊരു അടുപ്പത്തിന്റെ പേരിലാണെങ്കിലും അവർ നമുക്ക് വേണ്ടി റൂം ബുക്ക് ചെയ്തു. നമ്മളെയും അവർ കല്യാണത്തിന് എക്സ്പെക്ട് ചെയ്തു എന്ന് അറിയുന്നത് ഒരു നല്ല സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ നമുക്ക് റൂം അവർ ബുക്ക് ചെയ്തിരുന്നത് കിഴക്കേ നടയിലുള്ള RV ടവർ എന്ന ഹോട്ടലിലായിരുന്നു. ചെറിയ റൂമാണ്, ബട്ട് ഒരു ഫാമിലിക്ക് ഒരു നൈറ്റ് ഒക്കെ കഴിയാനായിട്ട് ധാരാളമാണ്. അപ്പോൾ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. AC, TV, ഹോട്ട് വാട്ടർ, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഏകദേശം വൈകിട്ട് 5 മണിയോടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നല്ല ബ്ലോക്കും ഒക്കെ കഴിഞ്ഞിട്ട് 8-8:30 മണിയായി ഗുരുവായൂരെത്തും. നല്ല ടയർഡായിരുന്നു, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഗുരുവായൂർ എത്തി കഴിഞ്ഞപ്പോൾ പൂരത്തിനുള്ള തിരക്കും ഉണ്ടായിരുന്നു. കാരണം പിറ്റേന്ന് ഞായറാഴ്ച കല്യാണമായിട്ട് എല്ലാ ഫാമിലീസും ഗുരുവായൂരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് ഇരുന്ന് കഴിക്കാനൊന്നും സ്ഥലം കിട്ടാഞ്ഞുകൊണ്ട് പാഴ്സൽ വാങ്ങിച്ചിട്ട് വേഗം റൂമിലേക്ക് വന്നു. കഴിച്ചു കഴിഞ്ഞ് എനർജി തിരിച്ചു വന്നപ്പോഴേക്കും നമ്മൾ ഒന്ന് ജസ്റ്റ് അമ്പലത്തിലേക്ക് ഇറങ്ങി. അവിടെ ഡാൻസും പാട്ടും ഒന്നും വേണ്ട, ഇത്രയും തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തിരക്ക്. അങ്ങനെ കുറച്ച് നേരം അവിടെ ചുറ്റിക്കറങ്ങി വന്നിട്ട് തിരിച്ച് റൂമിലേക്ക് തന്നെ വന്നു, കിടന്നുറങ്ങി. അപ്പോൾ കല്യാണത്തിന്റെ അന്നത്തെ എൻ്റെ ലുക്ക് ഇതായിരുന്നു കേട്ടോ. സാരി ആയിരുന്നു കൊടുത്തിരുന്നത്. വളരെ മിനിമൽ മേക്കപ്പും ഓർണമെന്റ്സും മാത്രമായിരുന്നു കേട്ടോ യൂസ് ചെയ്തിരുന്നത്. സ്റ്റേ ചെയ്ത ഹോട്ടലിൽ തന്നെ ആയിരുന്നു ഹോളും ഉണ്ടായിരുന്നത്. അപ്പോൾ ഹോളിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന കേട്ടോ ഇത്. ആ ഗണപതിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ അതുകൂടെ വീഡിയോ എടുത്തു. ഇതും ഹോളിന്റെ ഒരു വശത്ത് ഉണ്ടായിരുന്നു കേട്ടോ. കൃഷ്ണനും പിന്നെ അതുപോലെ ചെക്കൻ്റെ കാല് കഴിക്കാനായിട്ട് കിണ്ടിയിൽ കുറച്ച് വെള്ളവും പിന്നെ അതുപോലെ ഓലക്കുടയും ഇതെല്ലാം ആ ഇവന്റുകാർ അറേഞ്ച് ചെയ്തതായിരുന്നു. ഹോൾ കുറച്ച് ചെറുതാണ്, കണ്ടസ്റ്റഡ് ആണെന്ന് തോന്നിയിട്ട് ആൾക്കാരെല്ലാവരും കൂടെ തിങ്ങി നിറഞ്ഞപ്പോഴേക്കും. കല്യാണമൊക്കെ അവിടെ പൊടി പിടിക്കുമ്പോഴും ഇവിടെ ഒരാൾ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. തൊട്ടപ്പുറത്തിരുന്ന ചേച്ചി പെണ്ണിന്റെ കൂടെ. പൊന്നിനെ ഇങ്ങനെ കുട്ടികളെയൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കര ഇഷ്ടം അവരോട് കളിക്കാനും ഒക്കെ ആയിട്ട്. പണ്ടൊക്കെ അവൻ നെർവസ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അവൻ എല്ലാവരോടും ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ കളിക്കാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നോക്കി അവൻ്റെ ഒരു സന്തോഷം. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ ഉണ്ട്. പിന്നെ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല, കാരണം പിറ്റേന്ന് ഓഫീസൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം തന്നെ തിരിച്ച് എറണാകുളത്തേക്ക് തന്നെ പോയി.